എനിക്ക് ഗൂസ് ബംസ് വരുന്നു ഇത് കേട്ടിട്ട്. ബംഗാളി നാട്ടിൽ വന്നിട്ട് മലയാളം പറയാൻ കൊള്ളുന്ന പോലെയല്ലേ ഇന്ത്യൻസ് നമ്മൾ പഠിച്ചു വരുമ്പോ ചോദിച്ചു. ഇൻസ്പിറേഷന്റെ കാര്യം പിന്നെ റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞു കുറെ കുട്ടികൾ. കുറച്ചുപേരോട് പറഞ്ഞു. കുറച്ചുപേര് കണ്ണോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഹലോ എവരിവൺ. സോ ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഒന്ന് മമ്മീൻ്റെ ബർത്ത്ഡേ, രണ്ട് ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്ത ഒരു കുട്ടി ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അവരെ കാണാനാണ് പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നും വണ്ടിയിൽ ഇരുന്ന് ഇൻട്രോ പറയാനുള്ള കാര്യം വേറെ ഒന്നല്ല. വീട്ടില് മമ്മി ഇങ്ങനെ ചെവി ഓർത്തിരിക്കുകയാണ് ഞാൻ എന്താ പറയുന്നേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അപ്പൊ വിചാരിക്കും എന്താ വീട്ടിലിരുന്ന് പറയാത്തതെന്ന്. വേറെ ഒന്നുമല്ല, ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് 12 കഴിയുമ്പോൾ തന്നെ എനിക്ക് വിഷ് ചെയ്യണമെന്നും അതുപോലെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാ തവണയും അങ്ങനെ ചെയ്യണതല്ലേ. ഇത്തവണ ആള് വിചാരിച്ചോട്ടെ ഞാൻ മറന്നു എന്ന്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇന്നലെ രാത്രി മുതൽ ഈ നേരം വരെ ആൾക്ക് ഫേസേ ഞാൻ കൊടുത്തിട്ടില്ല. ഭയങ്കര ബിസി ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങി. അപ്പൊ ബിസിയാണ് ഓൾറെഡി എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാല് ഓക്കെ, ഈ വണ്ടികളെ ഞാൻ ഒന്ന് കയറ്റി കൊടുത്തേ. പൊക്കോ ചേട്ടാ, പൊക്കോ 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 പൊക്കോ. എനിക്ക് അതിന്റെ ധൃതിയില്ല. അപ്പം ഭയങ്കര ബിസി ആയിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ ടോക്ക് വിത്ത് ആഷില് ഒരു കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇഷ്ടപ്പെടാൻ കാരണം വേറെ ഒന്നുമല്ല, ആള് ഭയങ്കര ടാലന്റഡ് ആണ്, ഭയങ്കര സിൻസിയർ ആണ്. ഈ ഒരു പ്രൊഫഷനിൽ ആള് കൊടുക്കുന്ന ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ടുണ്ട്. ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്തപ്പോൾ മുതൽ ആള് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾ എങ്ങനെയാണ്, എന്തോ ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഓർത്തു എന്തായാലും നല്ല ആഗ്രഹത്തോടു കൂടി നന്നായിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുക, എന്നെ വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ആൾക്ക് കിട്ടുമെന്ന്. അങ്ങനെ ലാസ്റ്റ് മന്ത് ആളൊന്ന് ട്രൈ ചെയ്തപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. ആൾക്ക് വെയിറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് BMI കറക്റ്റ് ആയില്ല. പക്ഷെ ഇത്തവണ എല്ലാം ഞാൻ പറഞ്ഞു വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തെല്ലാം സെറ്റ് ആക്കാമെന്ന് പറഞ്ഞ് ഈ തവണത്തെ ഇന്റർവ്യൂവിന് പോയതും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ആൾക്ക് കിട്ടി ഇന്നലത്തെ ഇന്റർവ്യൂവില്. സോ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്. എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഞാൻ ഭയങ്കര ഉറപ്പായിരുന്നു ആൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അത് ആളാണെങ്കിൽ അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യം പറയുന്നത് എന്നോട് പറഞ്ഞു ചേച്ചീനെ കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, ആൾ ഇതുവരെ പോയിട്ടില്ല, അപ്പൊ ആ കുട്ടീനെ ഒന്ന് കാണണം. ആൾക്ക് ഞാനൊരു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എനിക്ക് കാര്യം വേറെ ഒന്നുമല്ല, ആൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കുട്ടി ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ആളെ കാണാൻ പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മമ്മിക്കുള്ള സർപ്രൈസ് കൊടുക്കാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മമ്മിക്കുള്ള സർപ്രൈസ് എന്താ വൈകുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, ആള് ജസ്റ്റ് ഒന്ന് ഞാൻ മറന്നു എന്ന് വിചാരിക്കട്ടെ എന്ന് ഓർത്തിട്ടാ. അപ്പൊ രാവിലെ തന്നെ ലിറ്റീനെ വിളിച്ചിട്ട് പരാതിയായിരുന്നു മമ്മി. എന്താ ലിറ്റി പറഞ്ഞേ? അവൾ എവിടേക്കാ പോയത്? നിന്നോട് ആരാ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞത്? ഡിലീറ്റ് അവള് ഓർത്തിട്ടില്ല, അവള് മറന്നിരിക്കുക ഡിലീറ്റ്. അങ്ങനെ ലിറ്റീനോട് പറഞ്ഞു പാവട്ടോ. എനിക്ക് ആകെ വിഷമായി രാവിലെ. പിന്നെ ആളുടെ ഫേസ് കണ്ടപ്പോ എനിക്ക് കുറച്ച് സങ്കടമായി, കാരണം ഞാൻ എണീറ്റ് വന്നത് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ഇപ്പൊ വിഷ് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ മൈൻഡ് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിച്ച് നൈസായിട്ട് റെഡി ആയിട്ട് അറിയിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം കിട്ടതൊക്കെ കാണുമ്പോ. പിന്നെ സർപ്രൈസ് ഞാനിങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കാം, അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഞാൻ ഇതൊന്നും പറയാത്തത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പോകുന്ന വഴിക്ക് കാണാം നമ്മുടെ സർപ്രൈസുകളൊക്കെ എന്താവുന്നുള്ളത്. ഓൺ ദ വേ നമുക്ക് അറിയാം. താങ്ക് യു സോ മച്ച്. അയ്യോ നീ ഒന്ന് വണ്ടി ഓഫ് ചെയ്തേട്ടോ. ചേച്ചിയല്ലേ ലിറ്റി? അതെ അതെ, അല്ല ആന്റിയാണ്. ഇങ്ങനൊരു മീറ്റ് ദൈവം വിളിച്ചു. ആണോ? ഉറപ്പിച്ച് നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി. അയ്യോ ഞാൻ ആദ്യമേ പറയാൻ എപ്പോഴും എന്താ പറയാ, ഹരിചന്ദ്രൻ എന്തെങ്കിലും മെസ്സേജ് അയച്ച വേഗം
ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് അന്നേ അറിയാൻ ഇങ്ങോട്ടിരിക്കും. കുഴപ്പമില്ല. നമ്മൾ ക്ലാസ്സിൽ വരുമ്പോഴേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നല്ലോ നിനക്ക് കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. 100% ഉറപ്പ്. ഞാൻ എന്താ പറയുക ഇന്റർവ്യൂല് മെസ്സേജ് അയച്ചില്ലേ അത് കണ്ടപ്പോ എനിക്ക് കുറച്ചുകൂടെ എന്താ പോസിറ്റീവ് എനർജി ആയി. അല്ലാതെ ഞാനിപ്പോ എൻട്രൻസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എന്തായാലും ഇന്റർവ്യൂവിന്റെ വരും അന്നേരം എങ്ങനെ കാര്യം അറിയില്ലല്ലോ. എന്ന് വെച്ചിട്ട് അങ്ങനെ ചേച്ചി ടോപ്പ് വിത്ത് ആഷിന്റെ അതിൽ അറ്റൻഡ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇത് അറിയാമെന്ന്. അപ്പോൾ ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് പറയുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂവിനകത്ത് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല. പിന്നെ അവർക്ക് ഫസ്റ്റ് റൗണ്ടിൽ DMI സെറ്റ് അതിൽ തന്നെ പകുതി കുട്ടികൾ പോയി. പിന്നെ അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന റൗണ്ടുകൾ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂ അതൊക്കെ ഉണ്ടായിരുന്നു. അതാ സെക്കൻഡ് പേഴ്സണൽ ഗ്രൂമിങ് ഇൻട്രൊഡക്ഷൻ ഒക്കെ. പിന്നെ റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞു കുറെ കുട്ടികൾ. കുറച്ച് പേരോട് പറഞ്ഞു. കുറച്ചുപേര് കണ്ണുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇത് ഫസ്റ്റ് ടൈം റാമ്പ് വാക്ക് കുറച്ച് പേരുടെ അടുത്ത് റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഓക്കെ പൊക്കോളാം. കുറച്ച് പേര് ഫോമൽസ് ഒന്നും അല്ലാതെ പറഞ്ഞു. അപ്പൊ അവരെ അങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ് മാറ്റേഴ്സ് ഞാൻ എപ്പോഴും പിന്നെ എന്താ നല്ല എന്താ അവര് തന്നെ പറയുന്നു ഇന്ന ഡ്രസ്സ് ആകുമ്പോ ആ പേഴ്സണാലിറ്റി വേണം ഞങ്ങൾക്ക് അതിൽ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ റൗണ്ട് ഓരോരുത്തടുത്ത് ഓരോ എൻ്റെ അടുത്ത് കൂടുതലും ഹിന്ദിയാണ് ചോദിച്ചത്. എന്റെ അടുത്ത് ചോദിച്ചു ഹിന്ദി എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു മാം ഐ ക്യാൻ മാനേജ് വിത്ത് ഓൾ സിറ്റുവേഷൻസ്. കോൺഫിഡൻസ്. അതൊരു അമ്മ ഹിന്ദി ടീച്ചറാണ്. അപ്പൊ കുറച്ചുകൂടെ എനിക്ക് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അതിലൊന്നും പ്രശ്നമില്ല. എങ്കിലും അവർ പറയുന്നില്ല നമ്മൾ അടുത്ത റൗണ്ടിൽ സെലക്ടഡ് ആണെന്ന്. കുറെ കാൻഡിഡേറ്റ്സ് നമ്പർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവരെ വിളിച്ചിട്ട് അവിടെ എന്ത് പറയും യു ആർ റിജക്റ്റഡ് എന്ന് പറയും. അങ്ങനെ സോറി പ്ലീസ് ഡു അറ്റൻഡ് നെക്സ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് അവരെ വരും. അപ്പോഴും നമ്മൾ അറിയും നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളെ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഓരോ ഗ്രൂപ്പിന് 2 പേരെ വെച്ച് സെലക്ട് ചെയ്യും. അപ്പോ ടോട്ടൽ 13 സ്റ്റുഡൻസ്. മൊത്തം 13. അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ 18. ബാക്കി എല്ലാവരും 25 എക്സ്പീരിയൻസ് ഉള്ളവരും. അതാണ് 350 പിള്ളേരിന്നാണ് ഈ 13 പേര്. എനിക്കറിയാം സ്ട്രെസ്. കാരണം രാവിലെ പോയാൽ വൈകുന്നേരം വരെ നിന്ന് 350 to 400 ഉണ്ടായിരുന്നു. ഫ്രഷറായിട്ട് മോള് മാത്രമേ ഉള്ളോ സെലക്ടഡ് ആയത്? കൺഗ്രാറ്റ്സ്. മോളെ ഇവിടെ ആദ്യം തന്നെ പിന്നെ BMI ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കോ. പക്ഷെ അവർ ഇവളോട് പറയുന്നില്ല. സെലക്ട് ചെയ്ത് വെച്ചേക്കോ. പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ PI കഴിഞ്ഞ ഉടനെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നില്ല. ലാസ്റ്റില് കുട്ടികളെ എന്റെ കൂടെ ഇരുന്നവരെ വരെ ഇറക്കി വിട്ടവര്. എന്നിട്ട് ലാസ്റ്റ് 13 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു ഓക്കെ ഇവർ റിജക്ട് എന്ന് പറയാൻ പറ്റും. എനിക്ക് പെട്ടെന്ന് പറഞ്ഞോടെ പോവാറുണ്ടോ എന്ന് വരെ വിചാരിച്ച അങ്ങനെ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ഓക്കെ കോൺഫിഡൻസ് ഉണ്ട്. എന്നിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഫോം തന്നു. ഫോം തന്നിട്ട് അതിൽ നമ്മൾ സെലക്ട് ആകുന്നില്ല. നിങ്ങൾ സെലക്ടഡ് ആവുകയാണെങ്കിൽ എന്താ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത്ര നമ്മൾ ഇടയ്ക്ക് വെച്ച് പോവുകയാണെങ്കിൽ ഇത്ര അടയ്ക്കണം എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ ഇത് ആ ഫോമിൽ ധനശ്രീ ചേച്ചി വന്നിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ ആയി എന്നുള്ളത്. അപ്പോഴത്തേക്ക് പിന്നെ അന്നേരം കൂടെ എന്നോട് ചോദിക്കുന്നത് എന്താ ഫോം അത് ഞാൻ പറഞ്ഞു സെലക്ടഡ് ആണ് പിന്നെ സാറ് എന്ത് പറഞ്ഞു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു. പിന്നെ ഞാൻ അതിന്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് മെഡിക്കൽ അല്ലേ? മെഡിക്കലുണ്ട്. മെഡിക്കൽ എന്താന്ന് പറഞ്ഞോ? ഇല്ല 7 ഡേയ്സിനുള്ളിൽ എടുക്കണം എന്ന് പറഞ്ഞു. എവിടെ സ്ഥലം എന്റെ സെലക്ട് ഞാനുള്ള ഹെയർ ഇങ്ങനെ ആക്കി ഞാൻ ചേച്ചി ഫോട്ടോ അയച്ചു തരാം. ബേബി ഹെയർസ് ഒന്നും അങ്ങനെ പൊങ്ങിയിരിക്കാതെ രീതി ചേച്ചി ഹെയർ സ്റ്റൈൽ ചെയ്യില്ലേ? അപ്പൊ ആ രീതി ചെയ്തിട്ട് പോയി. അപ്പൊ അവർ എന്റെ അടുത്ത് ചോദിച്ചു ഒട്ടും ഹെയർ ഇല്ലേ, ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അതല്ല ഇതുപോലെ നല്ലപോലെ അലോവേറ ജെൽ അപ്ലൈ ചെയ്തതാ ബേബി ഹെയർസ് ഒന്നും ഇരിക്കാതിരിക്കുക. അപ്പൊ അത് കുറച്ച് കൂടി പോയതാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പത്തേക്കും മാം ചോദിച്ചു ഏത് ബ്രാൻഡ് അലോവേറ ജെൽ ഉപയോഗിക്കുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞു മാമക്ക് അതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സെലക്ട് ആവുകയാണെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു മാം ആം യു സെലക്ടഡ്? നോ അങ്ങനെ ഞാൻ വന്നിട്ടില്ല. ആവുകയാണെങ്കിൽ ഇത് മാറ്റണം. എന്നിട്ട് പിന്നെ ബ്ലേസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. സ്കാർസ് ഒക്കെ നോക്കി. എന്നിട്ട് കുറച്ച് പേരുടെ അടുത്തുള്ള റാമ്പ് വാക്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേഴ്സൺ ടെസ്റ്റ്
അതിനകത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറെ കുട്ടികൾ പോയി. കൂടുതലും കുട്ടികൾക്ക് 3 ആ വരിക. പിന്നെ 4, 5, 6 കിട്ടിയ ചേച്ചി ഉണ്ടായിരുന്നു ഏറ്റവും ടോപ്പ്. ആ ചേച്ചിക്ക് 6 ആ ടോപ്പ്. ആ ചേച്ചിക്ക് 6 കിട്ടി, പക്ഷെ റിജക്റ്റ് ആയി. അടുത്ത റൗണ്ടിൽ വന്നപ്പോൾ എന്തോ സ്റ്റാർ സംഭവം എന്തോ പേഴ്സണൽ ഇന്റർവ്യൂല് ലാസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് 5 ഉള്ള ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ട്, ബാക്കിയൊക്കെ 4 ആയിരുന്നു. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോ 35 കുട്ടികൾ അങ്ങനെ എന്തോ ഇരിക്കുമ്പോഴല്ല ഞാൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു റൗണ്ടും കൂടെ? അത് കഴിഞ്ഞിട്ട് കുറെ പേര്, ഒരു ചേച്ചിക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് മാർക്ക് ഉണ്ടായിരുന്നു. ആ ചേച്ചി നിർത്തി. എന്റെ അവസാനം ഒന്നും ഇല്ല, പറ്റില്ല, ഇത് ലേസർ ട്രീറ്റ്മെന്റ് എന്തോ ചെയ്തിട്ട് പക്ഷെ ചേച്ചിക്ക് അങ്ങനെ അങ്ങ് അറിയുന്നില്ല. ഇതുവരെ പ്രശ്നം ഇവിടെ ഒരു പരിചയമില്ലെന്ന് മാത്രമല്ല ഒന്നും വാങ്ങാനൊന്നുമില്ല. പിന്നെ അപ്പുറത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പോയിട്ട് നമ്മുടെ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഏറ്റവും കുട്ടിക്ക് എന്തെങ്കിലും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയുന്നത് ഞാനാണെങ്കിൽ അന്ന് മെസ്സേജ് വെയിറ്റ് കുറവാന്ന് എനിക്ക് വിഷമമായിരുന്നു. പഴം കഴിക്കുക, പാൽ മുട്ടയൊക്കെ കഴിക്കും. 350 വീഡിയോസ് കണ്ടിട്ടുണ്ട് 2 മാസത്തിനുള്ളിൽ. എന്നിട്ട് പിന്നെ അത് മാത്രമല്ല 17.9 അല്ല, എനിക്ക് കറക്റ്റ് 18.1 ആയിരുന്നു BMI. അന്ന് 15.6 എന്താ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ 7 kgs കൂട്ടിയില്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ 17.9 ഉള്ള ആ കുട്ടി എടുത്ത് പറഞ്ഞു ഇല്ല, റിജക്റ്റഡ് ആ പൊക്കോളാം. ജസ്റ്റ് 1 പോയിന്റ് വ്യത്യാസത്തില്ല. അന്നേരം പിന്നെ ഞാൻ അവിടെ ഇട്ട് എൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് ഫുള്ള് കുടിച്ചു. അവിടെ നിന്ന് അടുത്ത ഒരു ബോട്ടിൽ എടുത്തു, അത് എന്നിട്ട് പിന്നെ വെയിറ്റ് നോക്കാൻ ചെന്ന് അവിടെ നിന്നപ്പോൾ അന്നേരം 18.4 or 5 ഉണ്ടായിരുന്നു. അങ്ങനെ അത്ര ആയപ്പോ ഓക്കെ, അന്നേരം എനിക്ക് സമാധാനമുണ്ട്. എന്റെ അപ്പാപ്പൻ പറയും എപ്പോഴും എങ്ങനെ വെയിറ്റ് ടെസ്റ്റിന് പോയാകുമ്പോ കുറച്ച് വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കയറും പറയാറുണ്ട്. ടിപ്പ് നമ്പർ 1. അല്ലാതെ 2 മുട്ട വാട്ടിയത് 2 പൊരിച്ചത്, അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിച്ച് പിന്നെ ഇവിടെ വന്നിട്ട് ഇന്നലെ 4 ഇഡലിയും കൊടുത്തൊരു പഴമൊക്കെ കൊടുത്തു. അതിനകത്തല്ലെങ്കിലേ ഇനി അതിനകത്ത് ഒരു കുഴപ്പം വരണ്ടാന്ന് വെച്ചാൽ ഞാൻ പക്ഷെ വിചാരിച്ചു ചേച്ചി അവര് ഓക്കെ അത്ര എനിക്ക് 18 ആവും പറയും, ഇനി ഇൻക്രീസ് ചെയ്ത് വരാൻ പറയുന്ന വെച്ചിട്ട് ഞാൻ ഫയലൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. ശരി BMI എടുത്ത് വരട്ടേന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരാണ്. എന്റെ അടുത്തേക്ക് എത്ര വയസ്സുണ്ട്, എന്ത് കോഴ്സ് കഴിഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ +2 കഴിഞ്ഞിട്ട്. എന്റെ അടുത്ത് ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ചു +2 കഴിഞ്ഞിട്ട് പഠിത്തം നിർത്തിയോ? അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എൻട്രൻസ് ചെയ്തിട്ട് അങ്ങനെ അതിന്റെ ഓറിയന്റേഷൻ നടക്കുന്നുണ്ട്. അന്നേരം അതിന്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവങ്ങൾ നോക്കുക. അന്നേരം ഞാൻ നിർത്തിയിട്ടില്ല. അന്നേരം ഇത്ര പെർസെന്റേജ് 98.76% ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ആണല്ലേ, ഓക്കെ. എനിക്ക് തോന്നുന്നു അതിലവിടെ ആവണം. അത് കഴിഞ്ഞ് അത് വിട്ടിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരുന്നു. എന്നിട്ട് ഇത് നോക്കുക, ഇത് മാത്രം. എന്നിട്ട് ഇൻസ്പിറേഷൻ ചോദിച്ചു. ഇൻസ്പിറേഷൻ കാര്യം ചോദിച്ചു. ഇൻസ്പിറേഷന്റെ കാര്യം ചോദിച്ചു. അത് ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഇങ്ങനെയാണ് അറിഞ്ഞപ്പോൾ അച്ചീവ്മെന്റ്സിന്റെ ഇതെല്ലാം കഴിഞ്ഞ് അതൊക്കെ ചോദിച്ചു. ഇൻട്രൊഡക്ഷനിൽ അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ സോഷ്യൽ വർക്കറും ടീം വർക്കറും കൊടുത്തിരുന്നു. അന്നേരം ഇത്രയും കൊച്ചു പ്രായത്തിൽ എങ്ങനെ സോഷ്യൽ വർക്കറും ടീം വർക്കറും ആവുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു NCCയിലെ NSSലും പ്രോഗ്രാംസിന്റെ എല്ലാം ലിസ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഇൻസ്പിറേഷൻ എന്താ, ആരാന്ന് ചോദിച്ചു. ഇതിലേക്കുള്ള ക്യാബിൻ ക്രൂവിലേക്കുള്ള. അപ്പോൾ ഞാൻ ചേച്ചിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അത്രയും സപ്പോർട്ടും ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ യു ക്യാൻ വെയിറ്റ് ദെയർ, വി വിൽ ഇൻഫോം യു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഫ്രഞ്ച് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാറ് HR ഒരു സാറുണ്ടായിരുന്നു ലാസ്റ്റില്. സാറ് ഇതുപോലെ വന്നിട്ട് ചോദിച്ചു ഫ്രഞ്ചില് ഗുഡ് മോർണിംഗ് എന്തോ ടൈപ്പ് ചെയ്തു, ഗൂഗിളിലാണ് തോന്നുന്നു. എന്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞു. അല്ല, ടൈപ്പ് ചെയ്തു. സാർ എൻ്റെ അടുത്ത് ചോദിച്ചു ഗുഡ് മോർണിംഗിന് എന്താ ഫ്രഞ്ചിൽ പറയാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി സാറിന്റെ അടുത്ത് ഇത് ഇരിപ്പുണ്ടത്. അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫ്രഞ്ചിൽ അറിയെങ്കിലും ഞാൻ ബിഗിനറാണ്, പഠിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ മനസ്സിലാ ബോൺഷോർ എന്ന് പറഞ്ഞു. ഓക്കെ. അന്നേരം ഇതുപോലെ അവരുടെ പ്രൊനൗൺസിയേഷൻസും നമ്മുടെയും ഗൂഗിളിൽ പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഇതിൽ വ്യത്യാസം ഉണ്ടോ എന്ന് പറഞ്ഞു. നമ്മൾ സാർ ബംഗാളി നാട്ടിൽ വന്നിട്ട് മലയാളം പറയുമ്പോൾ ഉള്ളതുപോലെയല്ലേ ഇന്ത്യൻസ് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചിരിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഓക്കെ, then you can wait there, we'll inform you എന്ന് പറഞ്ഞു.
നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ ഇതാണ് കോൺഫിഡൻസ്. സാറിന്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ അതാണ് കോൺഫിഡൻസ്, അതാണ് വേണ്ടത്. അവിടെയുള്ള കുട്ടികൾ മൊത്തം പറഞ്ഞ് 13 പേരും പറഞ്ഞ് ഞങ്ങൾക്ക് ഹരിചന്ദനെയാണ് മോട്ടിവേഷൻ തന്നുകൊണ്ടിരുന്നല്ലേ. പറയുമ്പോ അവരൊക്കെ ഇന്ന് ഭയങ്കര ടെൻഷൻ. അവർക്ക് കമ്പനിയെ പറ്റി ഒരു കാര്യം അറിയില്ല. ഞാൻ ഫസ്റ്റ് അവരുടെ തന്നെ പോയി, പിന്നെ ഇപ്പോ അന്ന് ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയായിരുന്നു, ഇപ്പൊ അത് ഗുരുകുലം ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് സംഭവം അറിയില്ല. അന്നേരം അതൊക്കെ ഞാൻ പഠിക്കും. അപ്പൊ ഇവരിത് കംപ്ലീറ്റ് അവരുടെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു മാം കംപ്ലീറ്റ് സമയം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ വാച്ച് ചേച്ചി പറയുന്നില്ലേ, നമ്മള് എന്താ ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോ പറയാറില്ലേ, അങ്ങനെ ഒരു മാം ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അടുത്ത മാം അവിടുന്ന് അവിടെ വന്നിരിക്കും. പക്ഷെ അവര് ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നില്ല, പക്ഷെ അവർ നന്നായിട്ട് എല്ലാരും നോക്കുന്നുണ്ട്. വാഷ്റൂമിനകത്ത് കയറി കണ്ടിട്ട് വരെ നോക്കുന്നുണ്ട്. ഓരോ കുട്ടികളും കാണാണ്ടാണല്ലോ. ചില സമയത്ത് ചിലർ എന്താ ചെയ്യുന്നത് നൈസായിട്ട് വാഷ്റൂം യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഇടയിൽ കൂടെ കയറി വരും. ആ സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവർ അവരുടെ മൈൻഡിൽ വെക്കുക. എന്നിട്ട് ഇന്റർവ്യൂ എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല എന്ന് ചോദിക്കും. വാഷ്റൂം വൈ ഡോണ്ട് യു വിഷ് മീ, വൈ ഡോണ്ട് യു ഗ്രീറ്റ് മീ, യു സോ മീ ദേർ റൈറ്റ് നോക്കും. നമ്മള് അയ്യടാന്നായി പോകും. അതിന് നമ്മൾ വിചാരിക്കും വാഷ്റൂം യൂസ് ചെയ്യാവുന്ന ആൾക്ക് എന്ത് പറയാനുണ്ട്, പക്ഷെ അവർ അതുവരെ വാശിക്കും. ഒരു കുട്ടി ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു കുട്ടിക്ക് വൈറ്റ് ആയപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അണ്ടർ ഐഡ് അവിടെയൊക്കെ ഇത് മേക്കപ്പ് ഒക്കെ പോയിട്ട് കുറച്ച് പോലെ ഉണ്ടായിരുന്നു. അന്നേരം എന്റെ കയ്യിൽ മേക്കപ്പ് കിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ മാം വന്നപ്പോ ഞാൻ ഗുഡ് ഈവനിങ് മാം പറഞ്ഞു. അന്നേരം ഞാൻ ഗുഡ് ഈവനിങ് വന്ന് ചിരിച്ചിട്ട് അടുത്ത് പോയി. എന്നിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ട്രിവാൻഡ്രം തന്ന ഇന്റർവ്യൂവിന് പോയില്ലേ. അപ്പൊ അവിടുത്തെ ഒരു മാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മാം യു വാസ് ദെയർ അറ്റ് ട്രിവാൻഡ്രം ഇന്റർവ്യൂ ഓഫ് ദിസ് എയർ ഇന്ത്യ എക്സ്പ്രസിനോ ചോദിച്ചു. പറഞ്ഞു യെസ്, യു സ്റ്റിൽ റിമെമ്പർ മീ. ഞാൻ യെസ് മാം. ഞാൻ ചോദിച്ചു മാമിന്റെ പ്ലേസ് എവിടെ? അപ്പൊ പറഞ്ഞു കൊച്ചി ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാമിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇന്റർവ്യൂവിന് മുമ്പ്, അതേ ഷേപ്പ് കണ്ട്. ഞാൻ കൊല്ലം വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ച് ചോദിച്ചു. അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. ആ മാം ഉണ്ടായിരുന്നു ലാസ്റ്റിൽ. ആ മാമിനെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഇതുപോലെ കോൺഫിഡന്റ് ആണോ ഹിന്ദി സംസാരിക്കാൻ. അങ്ങനെ പിന്നെ 18 years എന്ന് പറയുമ്പോൾ ഇല്ല, അവർ പറയും റെസ്യൂം കാണിക്കും. കാരണം 18 years അല്ല, ആ മെച്യൂരിറ്റി അല്ല പ്ലസ് പോയിന്റ് ആണ്. ആ ഒരു ബോൾനെസ്സും ആ ഒരു സ്മാർട്ട്നെസ്സും ഒക്കെയാണ് അവർ നോക്കുക. അതുണ്ടെങ്കിൽ ഈസി. അതാ ഞാൻ എപ്പോഴും സ്റ്റുഡൻസ് വരുമ്പോൾ പറയും 18 വരെ അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ മാക്സിമം നല്ല മെച്യൂർ ആയിട്ട് നല്ല ബോൾഡ് ആയിട്ട് സംസാരിക്കുക. അതിൽ വീഴും. അതാണിപ്പോ ഇവിടെ എനിക്ക് കാണാൻ പറ്റും. അത്രയും പക്ഷെ എനിക്കത് ആദ്യമേ തോന്നിട്ടോ. ഞാൻ പറയാനൊക്കെ ചേച്ചി ആദ്യം ഞാൻ പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കാര്യം. ഒരിക്കലും ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോവുകയുള്ളായിരുന്നു. പണ്ട് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങും പറഞ്ഞിട്ടില്ല. പണ്ടേ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് കോളേജ് ലെക്ചറർ ആവണമെന്നായിരുന്നു. അതിന്റെ ഓറിയന്റേഷൻ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്തായാലും പോകുന്നതിന് മുമ്പ് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് വെച്ചാൽ ഞാൻ അതിങ്ങനെ സെർച്ച് ചെയ്യാം. അങ്ങനെ ചേച്ചീന്റെ കുറെ വീഡിയോസും അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല വീഡിയോസൊന്നും. അങ്ങനെ കംപ്ലീറ്റ് കണ്ടപ്പോൾ ഒരു കുറച്ച് ഐഡിയ കിട്ടി. അങ്ങനെ പിന്നെ ടോക്ക് വിത്ത് ആഷിന്റെ ഇത് എല്ലാം കിട്ടുന്നത്. അങ്ങനെ പിന്നെ അന്ന് പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി. ടോക്ക് വിത്ത് ആഷിനെ കുറിച്ചൊന്ന് പറയോ? എങ്ങനെയുണ്ട് ടോക്ക് വിത്ത് ആഷിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്? ടോക്ക് വിത്ത് ആഷിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ലൈക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും. ചേച്ചി കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ നല്ലതായിട്ട് പറഞ്ഞിരുന്നുണ്ട്. പിന്നെന്താ, ഈവൻ എല്ലാ കാര്യങ്ങളും എന്ത് സിംഗിൾ കാര്യം ഉണ്ടെങ്കിൽ പോലും എല്ലാ കൺഫ്യൂഷൻസും ചേച്ചി മാറ്റി തന്നു. പിന്നെന്താ റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് ഗൂസ് ബംസ് വരുന്നു ഇത് കേട്ടിട്ട്. സീരിയസ്ലി എനിക്ക് ഗൂസ് ബംസ് വരുന്നു കേട്ടിട്ട്. അന്ന് ചേച്ചിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ആണ് സത്യം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പൊ സെലക്ടഡ് ആയതിൽ ഇപ്പൊ കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിലാണ് കയറിയേക്കുന്നത്. 3 പേരാണ് ക്രൂ ആയിട്ട് കയറിയേക്കുന്നത്. അപ്പൊ ഒന്ന് തനിക്ക് പിന്നെ ബിഗിനറിലൊരു കുട്ടിയുള്ള ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ചേച്ചിയും ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത്, പക്ഷെ അത് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ആവാൻ ഒരാൾക്ക് പറ്റിയെന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അതായിരുന്നു ഞാൻ ഓടിപ്പിടിച്ച് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ എന്തായാലും വന്ന് കാണാൻ. പിന്നെ എനിക്ക് മനസ്സിലുണ്ട് ഓക്കെ ഇന്നത്തെ ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ചേച്ചി എന്നുള്ള ആ ഒരു ഇതും കൂടി ആയിരിക്കാം എന്ന് വെച്ചിട്ട് പിന്നെ എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ, ചേച്ചി പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഇത് വരിക. പിന്നെ നമുക്ക് എന്താ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര വർഷം ക്രൂ ആയിട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നലെ ഇവരുടെ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് വന്നിരുന്നു അവിടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. പക്ഷേ റിജക്ട് ചെയ്തു.
എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ എപ്പോഴും പറയാം, ഒരുപാട് ക്വാളിഫൈഡ് ആണോന്ന് കാണാൻ ഭംഗിയുണ്ടോന്ന്, അതിലൊന്നും അല്ല കാര്യം അവിടെ പെർഫോമൻസ്. കാണാൻ ഭംഗിയുള്ള കുട്ടികളുണ്ട്. ഒരു കാര്യമില്ല. ഞാൻ എമറേറ്റ്സിന്റെ പോകുമ്പോഴും ഫോറിനേഴ്സ് ഒക്കെ ആയിരുന്നു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വരുന്നതുണ്ടല്ലോ. ഞാനിവരെ കണ്ടപ്പോൾ ഓക്കെ ഞാൻ സൈഡായിരുന്നു, പക്ഷെ എന്നാലും ഞാനതൊന്നും പറ്റും. ഞാൻ പെർഫോം ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്റെ പുറത്തേക്ക് ഒന്നും കാണിക്കില്ല. ഒരു ടെൻഷനോ പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിരിക്കും. പക്ഷെ ആ 8 പേര് സെലക്ട് ആയാലും ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഇതായിപ്പോയി. പക്ഷെ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി അവസാനം എത്തിയപ്പോൾ. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു സംഭവം പണിയാവുന്നു ഞാൻ വിചാരിച്ചില്ല. ചേച്ചി പറയാറില്ലേ, അവിടെ വരുന്ന എത്ര നല്ലപോലെ ഗ്രൂമിങ് ചെയ്ത് വരുന്നവരാണെങ്കിലും എത്ര അടിപൊളിയാണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്നില്ല കാര്യം അതെന്തായാലും ഇന്നലെ കൊണ്ട് എനിക്ക് ഞാൻ അത് കൊള്ളാം അടിപൊളി അതെന്തായാലും സെലക്ട്. അങ്ങനെ അവര് പോയി. അവര് എന്റെ കൂടെ ജസ്റ്റ് ഒന്ന് അങ്കമാലി വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ടാറ്റാ. So I'm so happy about it. ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ ഞങ്ങളിതാ മലബാറിലേക്ക് വിട്ടു. മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കംപ്ലീറ്റ് വ്ലോഗ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പാർട്ട് 2 വരും കേട്ടോ. ഇഷ്ടപ്പെട്ടോ?